ചെറുപ്പകാലം മരണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു, ഒരു ശൂന്യത. ആ ശൂന്യതയായിരുന്നു എനിക്ക് മരണം. എൻ്റെ എഴുത്തിന് കിട്ടുന്ന ആദ്യത്തെ സമ്മാനമായിരുന്നു അത്. എൻ്റെ പടം വരുമെന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. ഫ്രണ്ട് പേജിൽ തന്നെ വല്യച്ഛൻ മരിച്ചു കിടക്കുന്ന പടമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. വല്യച്ഛൻ്റെ മരണമല്ല, എൻ്റെ കോമാളിത്തരമാണ് എന്നെ. ഇളയച്ഛൻ്റെ മരണത്തിൽ തുടങ്ങി, പിന്നീട് അമ്മുമ്മയുടെ മരണം. അങ്ങേറ്റം ഭക്തയായിരുന്ന അമ്മുമ്മ ഇൻഡസ്ട്രീൻ ക്യാൻസറായിട്ടാണ് മരിക്കുന്നത്. ഒരുപാട് പെയിൻ അനുഭവിച്ച്. എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ മരണത്തിനെ പറ്റിയൊന്നും വലുതായിട്ട് അറിയില്ലെങ്കിൽ ഓരോരുത്തർ നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നൊരു വാക്വം ഉണ്ടായിരുന്നു, ഒരു ശൂന്യത. ആ ശൂന്യതയായിരുന്നു എനിക്ക് മരണം. ഇളയച്ഛൻ്റെ മരണമാണെങ്കിലും അമ്മുമ്മയുടെ മരണമാണെങ്കിലും എനിക്ക് തോന്നുന്നു ജീവിതത്തിലുണ്ടാകുന്ന അത്തരം ശൂന്യതകൾ നമ്മൾ കാലം വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് നിറയ്ക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ശൂന്യതയുടെ ഉള്ളിലേക്ക് എനിക്ക് അത്താണിയായിട്ട് മാറിയത് വലിയച്ഛൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു. മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങുന്ന ഒരു കാലവും കൂടിയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പ്രിയപ്പെട്ടവർ ഇല്ലാണ്ടാവുന്ന ഇതിൻ്റെ അകത്ത് ഞാൻ ഉള്ളിലേക്ക് ഒതുങ്ങുന്നതിനൊപ്പം തന്നെ ഈ പുസ്തകങ്ങൾ മറിച്ച് നോക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലാവാത്ത പുസ്തകങ്ങൾ എല്ലാം മറിച്ച് നോക്കാൻ തുടങ്ങുന്ന എനിക്ക് മനസ്സിലാവുന്ന പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തന്ന ആളായിരുന്നു വലിയച്ഛൻ. എനിക്ക് അന്ന് ജനയുഗത്തിൻ്റെ, എനിക്ക് തോന്നുന്നു ബാലയുഗത്തിൻ്റെയൊക്കെ എഡിറ്ററും പിന്നെ എറണാകുളം ജനയുഗത്തിൻ്റെ റിപ്പോർട്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലമായിരുന്നു വലിയച്ഛൻ. അപ്പം അത് അന്ന് സോവിയറ്റ് ലാൻഡ് എന്ന് പറയുന്ന മാഗസിൻ, വീട്ടിൽ വന്നിരുന്ന കുറേ മാഗസീനിൽ ഒന്നായിരുന്നു സോവിയറ്റ് ലാൻഡ്. വളരെ കളർഫുള്ളായിട്ട്. അന്നൊക്കെ മലയാളം മാഗസീൻസിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്, വൈക്കോൽ പേപ്പറിലടിക്കുന്ന അത്തരത്തിലുള്ള, അല്ലാതെ ഇന്നത്തെ പോലെ ഗ്ലോസി ആയിട്ടുള്ള പേപ്പറുകളൊക്കെ അന്യമായിരുന്നൊരു കാലത്ത് അന്ന് വളരെ ഗ്ലോസി ആയിട്ടുള്ള നല്ല കളർ ഫോട്ടോസും ഒക്കെ വരുന്ന റഷ്യൻ നഗരങ്ങളുടെ പടങ്ങളും ഫാക്ടറികളുടെ, റഷ്യൻ സ്വപ്നമായിരുന്നു സോവിയറ്റ് ലാൻഡ് എന്ന് പറയുന്ന മാഗസിൻ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരുന്നത്. അപ്പം നമ്മൾ ലോകത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യനിർമ്മിതമായിട്ടൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് സോവിയറ്റ് ലാൻഡാണെന്ന് വിശ്വസിച്ച് പോകുമായിരുന്നു. അതുമാത്രമല്ല, വലിയച്ഛനും ഇളയച്ചന്മാരും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരും. കമ്മ്യൂണിസ്റ്റിൻ്റെ ഗ്രേഡിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് 64 മറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നത്. ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ, എൻ്റെ ചെറിയ പ്രായത്തിൽ. അപ്പം അത് കുടുംബത്തിലും ആ ഒരു വ്യത്യാസം വരുത്തുന്നുണ്ട്. കാരണം കുറേ സാധാരണക്കാരും അല്ലെങ്കിൽ അതിലും താഴെയുള്ള ആളുകളെല്ലാം ഉൾപ്പെട്ട തൊഴിലാളികളുടെ ഒരു CPIM എന്നും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ഇപ്പുറം CPI എന്ന് പറയുന്ന കുറച്ചും കൂടെ എന്താ പറയുന്നത്, അന്നത്തെ ഭാഷയിൽ കുറേ വലിയച്ഛനൊക്കെ CPIയുടെ ആൾക്കാരായിരുന്നു, ജനയുഗം അങ്ങനെ ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ചെറിയ പ്രായത്തിൽ വലിയച്ഛൻ്റെ കൈ പിടിച്ചിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ, ഇന്ന് സ്റ്റേഡിയം ഇരിക്കുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ സമ്മേളനം നടന്നു. ഏത് സമ്മേളനമൊന്നും എനിക്കറിയില്ല, ഏത് വർഷമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ വലിയച്ഛൻ്റെ കൈ പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കലൂർ സ്റ്റേഡിയം അതിനു മുമ്പ് വെറും ചതുപ്പ് നിലമായിരുന്നു. ആ ചതുപ്പ് നിരത്തിയിട്ട് അവിടെ നടന്ന വലിയൊരു സമ്മേളനമായിരുന്നു അത്. അന്നാണ് വയലാറിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ മനസ്സിൽ വീണത്. വെടികൊണ്ട് വലിയ ഹോള് വന്ന ഒരു തുള വീണ തെങ്ങും തൈയുടെ പടവും ഒക്കെ. അപ്പോൾ വയലാർ വെടിവെപ്പിൽ വെടികൊണ്ട തെങ്ങാണ്, അന്ന് മരിച്ച മനുഷ്യരെ പറ്റി, പിന്നെ പാർട്ടിയുടെ ത്യാഗോജ്വലമായിട്ടുള്ള പോയ കാലങ്ങളെപ്പറ്റി ഒക്കെ പറഞ്ഞു തരുന്ന ഒരു വലിയ സമ്മേളനമായിരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. വലിയച്ഛൻ്റെ ഡ്രസ്സ്, നടപ്പ്, ഇതെല്ലാം. അതുമാത്രമല്ല, അച്ഛനെ പോലെ അത്ര സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ പോലും വലിയച്ഛൻ വരുന്നാൽ എഴുന്നേൽക്കും. വലിയച്ഛനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. അതൊരു പക്ഷേ വലിയച്ഛൻ എഴുത്തുകാരനായതുകൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ വന്ന് എനിക്കും എഴുത്തുകാരനാവണം. ഞാനിങ്ങനെ ചെറിയ ചെറിയ കവിതയൊക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ
ഒരു കവിത എഴുതി, കാക്കയെ പറ്റി ഒരു കവിത എഴുതിയിട്ട് ഞാൻ ആരും കാണാതെ വലിയച്ഛന് കൊണ്ട് കൊടുത്തു. വലിയച്ഛനത് വായിച്ച് എന്നെ ചേർത്ത് പിടിച്ച് തോളിലൊക്കെ തട്ടി അത് വലിയച്ഛൻ്റെ ഒരു ബുക്കിൻ്റെ അകത്ത് എടുത്ത് വെച്ച്. അന്ന് വൈകിട്ട് വലിയച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എനിക്ക് സ്വർണ്ണ നിറത്തിലുള്ളൊരു പെണ്ണ് കൊണ്ടുവന്നു. എൻ്റെ എഴുത്തിന് കിട്ടുന്ന ആദ്യത്തെ ഒരു സമ്മാനമായിരുന്നു അത്, സ്വർണ്ണ നിറത്തിൽ. അതും അന്ന് ബാൾപ്പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യപൂർവമായിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരും മഷി ഒഴിക്കുന്ന ഇൻപെന്ന് മാത്രം ഉപയോഗിക്കുന്ന കാലത്ത് സ്വർണ്ണ നിറത്തിലുള്ളൊരു ബാൾപ്പെന്നാണ് കൊണ്ടുവന്നത്. അങ്ങനെ അത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുകയും, വലിയച്ഛനും അധികം, ഞാൻ മരണത്തിൻ്റെ കഥ പറഞ്ഞ പോലെ വലിയച്ഛനും അധികം കാലം കൂടെ ഉണ്ടായില്ല. പെട്ടെന്നുള്ള വലിയച്ഛൻ്റെ മരണം, അത് എനിക്ക് എത്ര 8 വയസ്സ് 9 അത്രയൊക്കെ പ്രായമുള്ളൂ. വലിയച്ഛൻ്റെ മരണം അന്നും എന്താ പറയണേ, ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ അത്ര സീരിയസോ ഇതൊന്നും ആയിരുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. മരണത്തിൻ്റെ യഥാർത്ഥത്തിൽ അവിടെ ഒരുപാട് മനുഷ്യർ, രാഷ്ട്രീയക്കാർ, ബാക്കി നിറയെ ആൾക്കാർ വരുന്നു, വീട് മുഴുവൻ ആൾക്കാർ. അപ്പോൾ അവിടെ മുഴുവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ഇവർ ഫോട്ടോ എടുക്കുമ്പോൾ ഞാനും ഇങ്ങനെ മുഖത്തിങ്ങനെ കൈ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അങ്ങനെ അച്യുത് മേനോനൊക്കെ വന്നിരുന്നു, CM ആയിരുന്നു. അങ്ങനെ മരണം കഴിഞ്ഞു, വലിയച്ഛൻ്റെ അടക്കം കഴിഞ്ഞു. പക്ഷെ എൻ്റെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ജനയുഗം പത്രത്തിൽ എൻ്റെ പടം വരുമെന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. ഞാനിങ്ങനെ ഒരു കണക്കിന് രാത്രിയൊക്കെ കഴിഞ്ഞ് നേരം വെളുക്കുന്നത് നോക്കിയിരിക്കുകയാണ്. നേരം വെളുത്ത് സൈക്കിളിൻ്റെ ബെല്ല് കേട്ടു, മുൻവശത്തേക്ക് ഈ പത്രം വന്ന് വീണ ഉടനെ ഞാൻ ഓടിച്ചെന്നെടുത്ത് നോക്കി. ഫ്രണ്ട് പേജിൽ തന്നെ വലിയച്ഛൻ മരിച്ചു കിടക്കുന്ന പടമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഞാനിങ്ങനെ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോയിൽ പോസ് ചെയ്ത് നിൽക്കുന്ന ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി. വലിയച്ഛൻ്റെ മരണമല്ല എൻ്റെ കോമാളിത്തരമാണ് എന്ന്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങൾ എല്ലാവരും ഈ വീട് ശൂന്യമാവുന്നതും, മുൻപിൽ അടക്കാമരമെല്ലാം വളർന്നു നിൽക്കുന്ന തോട്ടുവക്കിൽ തനിച്ചിരുന്നപ്പോഴും ആണ് എനിക്ക് മനസ്സിലായത് നഷ്ടപ്പെട്ടത് എന്താണെന്ന്. അവിടെ ഞാൻ വീണ്ടും ഈ ചീവീടുകൾ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങിയ നാടുകളായിരുന്നു അത്.